ഒരു കാര്യം ഉത്തരവാദിത്തമായിട്ടോ കൃത്യമായിട്ടോ ചെയ്യാറുണ്ട് ഇവിടെ കുറേ എണ്ണത്തിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അവരോട് പറയാൻ നമ്മൾ ചെയ്യാനുള്ള നമ്മൾ തന്നെ ചെയ്യണം. അതാണ് ഏറ്റവും നല്ലത്. അതെ, ഇപ്പം കഴുകാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞിട്ട് കഴുകാം. അതിനാര് കഴുകുന്നു? നിങ്ങളാ കഴുകണത്. എന്തായാലും കഴുകല്ല, എൻ്റെ അല്ല, കൊച്ചിൻ്റെ മാത്രമേ ഉള്ളൂ. എന്നാ മടി. എനിക്കൊരു സംശയമുണ്ട്. അവൾ ഈ ഷർട്ടിൽ അഴുക്കാക്കിയത് എല്ലാം എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ വേണ്ടിയായിരിക്കും. അഹങ്കാരി. ഇതക്കളി, ഈ ഡ്രസ്സെല്ലാം നീ ഒറ്റ ദിവസം കൊണ്ടിട്ടതാണോ? ഏ? ഓ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച തന്നെ. എന്താ? ഒന്നുമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് ഡാഡിയുടെ ഷർട്ട്? സൂപ്പർ, നല്ല വെളുത്തു. ഡാഡിയുടെ ഷർട്ടേ ഇതിനു മുമ്പ് ഇത്രയും വെളുത്ത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ് കാരണം? അത് കഴുകുന്നവരുടെ മനസ്സിൽ കറയുണ്ട്, കറുത്ത കറ. അങ്ങനെയുള്ള മനസ്സിൽ വെച്ചോണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും വെളുക്കൂല മക്കളെ. അതങ്ങനെയാണ്. നല്ല മനസ്സോട് കൃത്യതയോടെയും കൂടി അർപ്പണബോധത്തോടു കൂടി ചെയ്താൽ ഇതുപോലെയൊക്കെ ആവും. ചെയ്യൂല. അതെങ്ങനെ? അതിൻ്റെ മനസ്സ് നല്ലതായിരിക്കണം, എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ? നല്ല ഭംഗി. ഐശ്വര്യം. വിളിച്ച് കാണിച്ചു വിട് പലരും ഇതൊക്കെ. വേണേ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്. ഇഷ്ടപ്പെട്ടില്ല അവർക്ക്. ആ ബക്കറ്റോട് എടുക്കണ്ടോ? എന്തെങ്കിലും ചെയ്. അവളെ വിചാരം നമുക്ക് തുണി കഴിവ് അറിഞ്ഞുവിടന്നു. കഴിഞ്ഞില്ലേ ഡാഡി? മക്കളെ, ചെയ്യണ ജോലി ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ചെയ്യണം, അല്ലാതെ ആർക്കാനും വേണ്ടി ഓർക്കാനിച്ചിട്ട് കാര്യമില്ല. അത് ശരി, പക്ഷെ പോവണ്ടേ? അതെനിക്കറിയാം. ആ സമയമൊക്കെ ആ കൃത്യത എനിക്കുണ്ട്. എത്ര മണിക്ക് അവിടെ പോകേണ്ടെന്നുള്ള എല്ലാം ഡാഡിയുടെ മനസ്സിലുണ്ട്. എൻ്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യണം, ഡാഡിയെ ചില കാര്യങ്ങളിൽ മാതൃകയാക്കണം. നാളെ നീയേ വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടവളാ. അല്ലടി, ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഡാഡി എന്തൊക്കെയാണ് ചെയ്യണത്, ചെയ്യേണ്ട കാര്യങ്ങളിൽ ഡാഡി എന്ത് കൃത്യതയോടെയാണ് ചെയ്യണത് എന്നൊക്കെയുള്ളത് എൻ്റെ പൊന്നുമോളൊന്ന് നോക്കി വെക്കണം. വെച്ചാൽ ഭാവിയിൽ ഗുണമുണ്ടാവും. ചെന്ന് കയറുന്ന വീട്ടിലെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടും കൃത്യതയോടും കൂടി ചെയ്യണം. അവിടെ ഉള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ്, നമ്മളെ കെട്ടിയവൻ്റെ അവൻ രാവിലെ കുടുംബം പോറ്റാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവന് വേണ്ട ഒരുക്കങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടയും വട്ടിയൊക്കെ എടുത്ത് പുല്ല് പറിക്കാൻ വെളയിൽ പോയി ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ജീവിതത്തിൽ കുറച്ച് കൃത്യതയും ഉത്തരവാദിത്വവും വേണം. എങ്ങനെയുണ്ട് ഡാഡിയുടെ ഷർട്ട്? സൂപ്പർ. ഇന്നേ വരെ ഇങ്ങനെ ഇത്രയും വൃത്തിയായി മോള് കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ ചെയ്യണ കാര്യങ്ങളിൽ ആത്മാർത്ഥതയും അർപ്പണബോധവും കൃത്യതയും വേണം. ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല, ഇതിനേക്കാളും ഭംഗിയാവും. നന്നായിട്ടില്ലേ? കണ്ടോ? നീ നോക്കി കാണ്, നല്ല പോലെ കണ്ടോ? കൺകുളിർക്ക. അതാണ് അങ്ങോട്ട് കിടക്ക്. ഇനി ഇത് എന്റെ പുറത്തോട്ടൊന്ന് കയറുമ്പോ കൈയോട്ട് തുടരുത്. അതിൻ്റെ ഒരു ഭംഗി എന്ന് വേറെ തന്നെ. ഒരു ചായ വേണമായിരുന്നു, അതെങ്കിലും കൃത്യതയോടെ എടുത്ത് തരുമെന്തോ. അത്രയ്ക്കാണ് അതവിടെ വയ്ക്ക്, കൈ മുറിക്കല്ലേ. ചായ നല്ലപോലെ എടുക്കാൻ പറ. ഞാൻ സഹായിക്കണോ അമ്മ? ഓ വേണ്ട മോനെ, അമ്മയ്ക്ക് കൃത്യത കുറവാണ്. ചായ വെച്ചേക്കണേ. വെള്ളം മുഷിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി തരും കേട്ടോ. എന്താ ചെളിക്ക? എന്തെങ്കിലും ചത്ത് കഴിഞ്ഞടുപ്പുണ്ടോ അവിടെ? എന്താന്ന് ചായ കുടിച്ചിട്ട് പോവാൻ നോക്ക്. ഇനിയിപ്പോ കൃത്യത പറഞ്ഞു ഇനി കൃത്യസമയത്ത് പോകാൻ പറ്റാതിരിക്കണ്ട.
ആലോചിക്കാൻ. അതെ, എനിക്ക് തൊണ്ട വയ്യടാ, എന്റെ ഒച്ചടങ്ങേ. ഞാൻ വരൂല. ബംഗാളികളെടുത്ത് പൊക്കോളാൻ പറ. അടുത്ത ഫംഗ്ഷൻ വിളിക്കാതെ പറ. ഈ ഫോൺ വെച്ച് എനിക്ക് സംസാരിക്കാൻ വയ്യ, എന്റെ ഒച്ച അടഞ്ഞിരിക്കുകയാണ്. വെച്ചേരെ. റീറ്റാ, കുറച്ചും കൂടി ഇരിപ്പുണ്ടല്ലോ മുഖത്ത്, അതൊക്കെ പഠിച്ചോളഞ്ഞാലോ. അല്ലെങ്കിൽ നമ്മുടെ കൃത്യത ഷർട്ട് ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഡാഡി കൃത്യത. ഡാഡി കണ്ട് എന്നെ പഠിക്കണം കേട്ടോ. സുരേഷ് ബാബു ഇന്ന് എന്ത് ചെയ്യാവോ? ചിലപ്പോ തിരിച്ചു പോകും. കിട്ടില്ലല്ലോ. പാവം എന്ത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും നടക്കൂല.